നമസ്കാരം. നമ്മുടെ സ്ലോട്ടർ ട്രിപ്പിൻ്റെ അവസാന ദിവസം ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവും. ദിവസം തുടങ്ങുകയാണ്. ആദ്യം തന്നെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കേറ്റ് ചെയ്യണം. അതിൻ്റെ തത്രപ്പാടിലാണ് ഞങ്ങൾ 3 പേരും. എൻ്റെ ഇപ്പോൾ വൈകി. എൻ്റെ ഒച്ച മാറിയോണ്ട് തന്നെ ഞാൻ എല്ലാവരും ഇന്നലെ കൂർക്കുമിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല, ഉറക്കിയിട്ടില്ല. ഇന്നലെ മഴയൊക്കെ നനഞ്ഞ് എൻ്റെ ഒച്ചയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മൂക്ക് ഔട്ട് ഹോഗയാ. ഞാനാണോ ഇമ്മാരാണോ ആരാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. അതെ, എൻ്റെ കട്ടിലാണ് കിടക്കുന്നത്. അത് ക്ലീൻ ചെയ്യണം. അതിന് മുന്നേ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കേണ്ട പോവാണെന്ന്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. ഇവിടെ മൊത്തം വൃത്തിയായി കിടക്കായിരുന്നു. ഫുൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. രാജ്, സേ ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ നോർവേജിയൊക്കെ ഇവരൊക്കെ മോശം സ്വഭാവക്കാരാണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്ന് പോകാൻ പോണത് ഏത് സ്ലോട്ടർ ഹൗസിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. 4-ലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 3-ലേ പോകുന്നുള്ളൂ. സമയക്കുറവ് കാരണവും അതേപോലെ ഈ വൃത്തികെട്ട കാലാവസ്ഥ കാരണവും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയൊക്കെ തന്നെ. ഇന്നെന്തൊക്കെ നടന്നാൽ കാണിച്ചു തരാം. പക്ഷെ എന്തെങ്കിലും പുതിയതായിട്ട് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലേ? അതെ, ഇവിടെ അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പ്ലാനിൽ ചെറിയൊരു ചേഞ്ച്. നമ്മൾ ഇന്ന് സ്ലോട്ടർ ഹൗസിലേക്കല്ല പോകുന്നത്. എന്തോ കുറേ ആൾക്കാർക്ക് കുതിരയോട് ഇത്തിരി പ്രേമം കൂടുതൽ. ഇന്നത്തെ നമ്മുടെ പരിപാടി കുതിരയുടെ അടുത്തല്ല, പകരം ഡയറി പ്ലാന്റിലേക്ക് വന്നു. പോളണ്ടിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡയറി പ്ലാന്റിലെ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി, മിൽക്കിംഗ് സിസ്റ്റം എത്ര മണിക്കൂർ ഇടവിട്ടിട്ടാണ്. ഇന്നത്തെ ദിവസത്തിൽ ഒരു 6 മണിക്കൂർ നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. കറക്റ്റ് ടൈമിങ്. എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. ഇത് കണ്ടില്ലേ, എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ PP കിറ്റിട്ട് പോകണം. അപ്പം ശരി. നോമിൻ്റെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്ക് വന്നായിരുന്നു. നോം വിചാരിച്ചത് പശുവിനെ കാണുമെന്നാണ്. പശുവിനെ കണ്ടില്ല. നമ്മളൊരു ഡയറി പ്ലാന്റാണ് കണ്ടത്. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു വിഭാഗം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഗൈസ്. എന്തത് ഇവിടെ ആകപ്പാടെ ലെറ്റ്സേ ഒരു 10-15 ആൾക്കാർ, ബാക്കി മൊത്തം മെഷീനറി. ഒരു ദിവസം ഇവരുടെ ഫാമിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 50,000+ ലിറ്ററാണ്. ഏറ്റവും മിനിമം 50,000 ലിറ്റർ പാല്. അത് ഫുൾ പ്രോസസ്സിങ് ഒറ്റ ദിവസം തന്നെ. ഞാനൊരുമാതിരി എൻ്റെ അമ്മ ഇതിനകത്ത് ആൾക്കാർ അവിടെ ഇവിടെ ചുമ്മാ വെറുതെ കൈയും കിട്ടി നിൽക്കുന്നതല്ലാതെ ആൾക്കാർക്ക് ചെയ്യാനൊന്നുമില്ല. അത് ഫുൾ മെഷീനറീസിനെ കൊണ്ട് പട്ടിപ്പണി. എൻ്റെ അമ്മോ, കണ്ടപ്പോൾ ഒരു സുഖം. ഇത്രയും പാൽ ഇവിടെ എങ്ങനെയാണ് ഒരു ദിവസം ഇവർ ചെയ്യണേ ആവോ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തു, ഇത്രേ ഉള്ളൂ. അപ്പം ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് തിരിച്ചു പോയിട്ട് വേറെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ചെയ്യും. നമ്മൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ ആഘോഷകരമായ 3 ദിവസം നീണ്ടു നിന്ന സ്ലോട്ടർ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. കുറേ പുതിയ കൂട്ടുകാരുണ്ടാക്കി. എനിക്ക് മൊത്തം ക്ലാസ്മേറ്റ്സിനെ അറിയില്ലായിരുന്നു. അത് ചാലായി കിട്ടി. പിന്നെ ആര് ഏതൊക്കെ സെറ്റ്, കുറേ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവിടുത്തെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടി ക്ലാരിറ്റിയിലായി. അത് ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യത്തിൽ. അതല്ലാതെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ നടക്കൂ എന്ന് പലതും കണ്ടിട്ട് മറ്റേ സംഭവം മനസ്സിലായില്ലേ, അവിടെ കൗതുകത്തോടെ നോക്കി നിന്നു. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പ്. ഇതിനകത്ത് ഇനി ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ അങ്ങോട്ട് എല്ലായിടത്തും കൊണ്ടുപോക്ക് ഇവർ നോക്കി. അതേപോലെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അവർ നോക്കി. പിന്നെ പ്രധാന ചിലവായ നമ്മുടെ ഫുഡ് അത് നമ്മൾ തന്നെ നോക്കേണ്ടി വന്നു. അത് തെറ്റില്ലാണ്ട് പൊട്ടിയിട്ടുണ്ട്. ഒരു അറൗണ്ട് മോർ ഓർ ലെസ് ഒരു 10,000 രൂപ അതിന് പൊട്ടിയിട്ടുണ്ട്. 10,000 ഉണ്ടാവില്ലാണ്ട് ഒരു 5,000, 6,000, 7,000 ആ റേഞ്ച് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി തിരിച്ചു പോക്കാണ്. ഇനി ഇവിടെ നിന്നൊരു 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം അത്രയൊക്കെ തന്നെ. ഇതാണ് ട്രിപ്പിനെ കുറിച്ച്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാണ്ട് തോന്നിയ ഒരു ഇതെന്ന് പറയുന്നത് പശുവിൻ്റെയാണ്. ബാക്കി എല്ലാവരും കിഡിലരായിരുന്നു. ഏറ്റവും അടിപൊളി ചെയ്ത് മറ്റേ ഡയറി മിൽക്കിൻ്റെ മിൽക്ക് പ്ലാന്റ് ഇല്ല, അത് ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അപ്പം അത്ര തന്നെ. നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പറ്റൂല. ആ ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. നമ്മൾ ആരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ നിൽക്കണ്ട. നമ്മളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവവും നമ്മുടെ ക്യാരക്ടറും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നോളും. ആരും വന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരെക്കാൾ ക്വാളിറ്റി ഉള്ളവരാണ്, അല്ലാണ്ട് നിങ്ങൾ ഒറ്റപ്പെടുന്നവരല്ല. ഈ ഒരു ട്രിപ്പ് വഴി എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം അങ്ങനെയാണ്. കാരണം ഞാൻ എന്താന്ന്
പലരിലും അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്തപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ എണ്ണം കൂടി, അതേപോലെ എന്നെ ഇഷ്ടപ്പെടാത്തവർ ഇച്ചിരി കൂടി അങ്ങത് പോയി. അതിൽ നിന്നും ഞാൻ അങ്ങോട്ട് പിക്ക് ചെയ്ത് അങ്ങോട്ട് എടുത്തു. എല്ലാവരും ആരൊക്കെ എനിക്ക് വേണമെന്നെങ്കിൽ പിക്ക് ചെയ്തെടുത്തു. ഞാൻ തന്നെ ഉണ്ടാക്കിയിരുന്ന കമ്മ്യൂണിറ്റി ഇച്ചിരി കൂടി വലുതായി. കൂട്ടുകാരാക്കിയിട്ടില്ല, പക്ഷേ ഒരു ഹായ് ബൈന്ന് ഒരു ഇച്ചിരി കൂടി കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ലൈഫ്. പലരും നമ്മളെ ഒറ്റപ്പെടുത്തും, പലരും നമ്മളെ ചവിട്ടി താഴ്ത്തും. മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കൂ. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ തന്നെ തേടി വന്നോളും. അപ്പോൾ ഇനി പോവാം. നമ്മൾ തിരിച്ച് നമ്മുടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഒരു സമാധാനമായി. നമ്മൾ റൂൾസ് ഒബേ ചെയ്തു പോകുന്നു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. ബസ്സിലൊരു നല്ല ഉറക്കം പാസ്സാക്കി. അതുകൊണ്ട് തന്നെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, പക്ഷെ ഒരു ആശ്വാസം. ഉറക്കം രാത്രി ഒന്നും ശരിയാവാത്തതുകൊണ്ട്. ഇവിടെ പുല്ലോട്ട് നിൽക്കുന്ന രസമില്ല കാണാൻ. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് ഒരേപോലെ യൂണിഫോമായിട്ട് അങ്ങോട്ട് വലുതായി വരും. നല്ല രസമായിരിക്കും. അതിന് ഞാൻ ഇപ്പം പറഞ്ഞേ, അതെന്തെങ്കിലും ആവട്ടെ, നമ്മളെത്തി, യാത്ര കഴിഞ്ഞു, അതിൻ്റെ സന്തോഷമുണ്ട്. പൊതുവെ എല്ലാവർക്കും ദുഃഖമാണ് ഒരു യാത്ര കഴിയുമ്പോൾ. നമുക്ക് സന്തോഷമാണ്, കാരണം യാത്ര കൂടും തോറും ചിലവും കൂടും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്. ഇനിയിപ്പോൾ പോയിട്ടാണ് എൻ്റെ പൊട്ടലുകൾ എന്തായിരുന്നു എന്ന് നോക്കാൻ. തെറ്റില്ലാതെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ജോലി, മറ്റന്നാ ജോലി, പിന്നെ അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങൾ പോവും. ഇനി ഇന്ന് എന്തെങ്കിലും നടക്കുമോ നോക്കട്ടെ. എനിക്ക് തോന്നണില്ല. നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനത്തെ സ്ലോട്ടർ ഹൗസ് അല്ലല്ലോ, മിൽക്ക് പ്ലാന്റിൽ നിന്ന് ഇറങ്ങണ വരെ ബോഡി ഓക്കെ ആയിരുന്നു. എന്നിട്ട് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ബോഡി വേഗം ഒരു ടയർഡായി പോയി. പിന്നെ ഇരുന്നത് മാത്രം എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ട് എനിക്ക് അതൊന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിൽ വെച്ചിട്ട് ആൾക്കാർ പോണ സമയത്ത് ഞാനാണ് അവസാനം ഇറങ്ങിയത്. എൻ്റെ ദൈവമാരെ വിളിച്ച് എണീപ്പിച്ച. അപ്പം ശരി, ബൈ ബൈ. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ബൈ ബൈ. തിരിച്ച് വീട്ടിലെത്തി, അഥവാ ഡോർമിലെത്തി. എവിടെയെങ്കിലും ആവട്ടെ, നമ്മൾ കുറേ കാലം നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊരു കംഫർട്ട് സോൺ എങ്ങനെയെങ്കിലുമൊക്കെ പൊട്ടി മുളച്ചു വരുമെന്ന് പറയില്ലേ, ആ കംഫർട്ട് സോണായിരുന്നു എനിക്ക് ഹോസ്റ്റലിൻ്റെ മുറ്റം അല്ലെങ്കിൽ ഹോസ്റ്റൽ അങ്ങോട്ട് ദൂരെ നിന്ന് കണ്ടപ്പോൾ കിട്ടിയത്. അതൊരു സുഖമായിരുന്നു. കാരണം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് സത്യം പറയാലോ 1-2 ദിവസമായി. അവിടുത്തെ എന്തെങ്കിലുമൊക്കെ വയറിലൊന്ന് നേരെ നിൽക്കാനായിട്ടുള്ള കിട്ടുന്നതൊക്കെ അങ്ങോട്ട് ബിടുബിടാന്ന് പറഞ്ഞ് കഴിക്കുമെന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പം ഇനി എൻ്റെ കോളേജിൽ പഠിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോകുമ്പോൾ മര്യാദയ്ക്ക് ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നോക്കോ. പട്ടിക്കാടാണെന്നും വെച്ച് സാധനങ്ങൾ ചുടുവലിക്ക് കിട്ടുന്നില്ല. ഒക്കെത്തിനും ഇവിടത്തേനേക്കാൾ വില കൂടുതലായിരുന്നു. പിന്നെ ഹോൾസെയിലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഭാഷ അറിയണം, പേശാൻ അറിയണം, വേഗം പരിപാടിയൊക്കെ അറിയണം. ഇതൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് അവർ പറയുന്ന കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹമാര വയറ് അത്രയും ഫുള്ളല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ വന്ന് കയറി അപ്പം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിൽ പോർക്ക് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ പോർക്ക് കൂട്ടാൻ ഞാൻ അവിടെ തണുപ്പ് പോകാൻ വേണ്ടി അവിടെ ഇട്ടേക്കണു. സവോള ഇവിടെ നുറുക്കി വാട്ടാൻ വെച്ചിരിക്കുന്നു. ബാക്കി കറികൾ ഉണ്ടാക്കണം. അത് അവിടെ നടന്നോളും. പക്ഷെ പറയാതെ വയ്യ, ഈ സ്റ്റവ് ഒരു രക്ഷയില്ല. അമ്മ ഒരു സൂപ്പർ സ്റ്റവ്. ഇനി ഞാൻ എങ്ങനെ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് പറഞ്ഞുതരാം. നല്ല വെളിച്ചമുള്ളടത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് പ്രൊഡക്റ്റ് ഇനി കാണണ്ടേ. അപ്പോൾ ഈ കാണുന്നതാണ് പ്രൊഡക്റ്റ്. ഏല പ്ലസിൻ്റെ ലേഹ്യം. മുന്നേ ഞാൻ കാണിക്കുമ്പോൾ ഈ ലേബിളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ ലേബിളുള്ളത് നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പ്രൊമോഷനൊന്നുമല്ല, നല്ലതാണ്. എന്ത് കാര്യത്തിനും കഴിക്കാൻ. ചുമ, പനി, ഇനിയിപ്പോൾ ദഹനക്കേട്, വയറിളക്കം, എന്ത് പ്രശ്നമാവട്ടെ ഈ സാധനം മതി. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവർ വേണേ മേടിച്ചോ. ഇതാണ് ഐറ്റം, ഏല പ്ലസ് ലേഹ്യം. കിഡിലിന് ഐറ്റമാണ്. പ്രൊമോഷനായിട്ട് കരുതുന്നവർ കരുതിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല സാധനമാണ്. ഹമ്മേ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി ചോറ് കഴിക്കുമ്പോഴേക്കും ഞാൻ വരാം. കുറേ നേരം ഞാൻ അങ്ങോട്ട് വിശാലമായിട്ട് കിടന്നുറങ്ങി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പഠിക്കാനിരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, കുറേ പ്ലാനുകൾ ചെയ്തു. പ്ലാനുകളായിട്ട് തന്നെ ഇരുന്നു. കാരണം ഞാൻ ഫോണും കൊണ്ട് ചുമ്മാ ഒന്ന് കട്ടിലുമൊന്ന് കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ കുറച്ച് നേരത്തെ മുന്നാണ് എണീറ്റ്. എന്നിട്ട് പഠിക്കണം എന്ന് വെച്ച് പിന്നെയും ടാബ് എടുത്ത് വെച്ചിട്ട് ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, കുറേ ദിവസം ചിരണ്ടാത്തതിൻ്റെ ഒക്കെ. കാരണം ഞാൻ ഉണ്ടായ ആ സ്ഥലത്ത് നെറ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു, പട്ടിക്കാടായിരുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ പരിപാടി സെറ്റപ്പിനെ കുറിച്ചാണ് ഞാൻ പറയണേ. അപ്പോൾ ഞാൻ ഫോൺ കണ്ടപ്പോൾ കൂടി ചിരണ്ടി അവസാനം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ പടം കണ്ടു. നമ്മുടെ ഏറ്റവും പുതിയത് ഇറങ്ങിയില്ലേ മാർവലിൻ്റെ, അതങ്ങോട്ട് കണ്ടു. ആകെ ഷോക്കാട്ടോ മാർവൽ, പറയാതെ വയ്യ. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? പണ്ട് നമ്മുടെ അയൺമാനും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഓളായിരുന്നു. ഇപ്പം പുതിയ അവരുടെ ഡൂംസ്ഡേ വരണമെന്ന് കേൾക്കുമ്പോഴും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ല, വിഷമമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർമാൻ വരുന്നുണ്ടല്ലോ പുതിയത്, അവനിലാണ് എൻ്റെ പ്രതീക്ഷ. മാർവലുകാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ ടീമുകളൊക്കെ വരണം. ഇപ്പോൾ ഡൂംസ്ഡേ ഓർത്തിട്ടൊന്നും ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നില്ല. ഇതങ്ങനെ ആവട്ടെ.
പഠിത്തം വിചാരിച്ച് ഇതേ ഒക്കെ തുറന്നു ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടോ, ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം. എന്തെങ്കിലും ആവട്ടെ, പഠിക്കും. നാളെയും മറ്റന്നേയും ജോലിക്ക് പോയി പഠിക്കാവും. പറ്റുമെങ്കിൽ പഠിക്കും. പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ശ്രമിക്കും. എന്തൊക്കെയായാലും ശ്രമിച്ചല്ലേ പറ്റൂ. ശ്രമിക്കുന്നിടത്താണല്ലോ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. കാരണം നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ സൊസൈറ്റി നമ്മുടെ മാർക്സിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ മാത്രമല്ല, യൂണിവേഴ്സിറ്റി നമ്മൾ പാസ്സാക്കണമെങ്കിൽ. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് സ്കില്ലാണ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. വെറുതെ എന്തിനാണ് നമ്മൾ തള്ളി മറിക്കുന്നത്? പഠിച്ചാലേ പാസ്സാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാസ്സാവുമായിരിക്കട്ടെ. അപ്പം അത്രയൊക്കെ തന്നെ. ഇനി കിടന്നുറങ്ങാൻ പോവാണ്, അടുത്തുറക്കം. പക്ഷെ അതിന് മാത്രം ഞാൻ ഈ ട്രിപ്പിന് പോയിട്ടൊന്നും ചെയ്തില്ല. പക്ഷെ എവിടെ നിന്ന് എത്ര ക്ഷീണം ഒരു പിടിയില്ല. അപ്പം സിനിമ കണ്ടുവരണം. ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഉറങ്ങിയേ പറ്റൂ. കാരണം കാലത്ത് 4 മണിക്ക് നമുക്ക് എണീക്കണമല്ലോ ജോലിക്ക് പോകാൻ. അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇപ്പം സമയം ഓൾറെഡി 10 മണി ആയിട്ടുണ്ട്. സമയം എന്തൊരു പെട്ടെന്നാണ് പോകുന്നത്. അപ്പം അത്രയൊക്കെ തന്നെ. ബൈ ബൈ, ശുഭരാത്രി, ശുഭനിദ്ര. പുതിയൊരു നല്ല വ്ളോഗിൽ കാണാം. ബൈ ബൈ.